ഹായ്, രാമു സുനിൽ എഴുതി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് നസ്ലൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചലച്ചിത്രം മോളിവുഡ് ടൈംസ്. രസകരമായ ചലച്ചിത്രം തിയേറ്റർ റിലീസിൽ ഏറെ ക്രിട്ടിക്കൽ അക്ലമേഷൻ നേടിയിരുന്നു. ചലച്ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് നേരെ ഈ സിനിമയുടെ ഒരു കഥാസംഗ്രഹം കേൾക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് കുട്ടിക്കാലത്ത് ജീവിക്കുന്ന വിനീത് മാധവൻ എന്ന പയ്യനിൽ നിന്നുമാണ്. പക്ഷേ വിനീത് മാധവൻ പറഞ്ഞു തുടങ്ങിയത് അവന്റെ കഥ മാത്രമല്ല. കഥ നേരെ പോയത് വിനീത് മാധവന്റെ ഇഷ്ട ഹൊറർ നോവലിസ്റ്റ് വൈക്കം ഡേവിഡിന്റെയും മകനായ സച്ചിൻ ഡേവിഡിന്റെയും ജീവിതത്തിലേക്കാണ്. വർഷം 1996. സച്ചിൻ എന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നീതു എന്ന പെൺകുട്ടിയോട് അവനൊരു പ്രണയ താല്പര്യവുമുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുന്ന നീതുവിന് തന്റെ അപ്പന്റെ പുതിയ നോവലിന്റെ ആദ്യ പ്രതി ഇറങ്ങിയാൽ അതവൻ കൊണ്ടുകൊടുക്കും. അങ്ങനെ ചിത്ര എന്ന നോവൽ കൊടുത്തു. ആ സമയത്താണ് സ്കൂൾ മാഗസിനിലേക്ക് എന്തെങ്കിലും ഒരു എഴുത്ത് വേണമെന്ന് പറഞ്ഞ് ടീച്ചർ സച്ചിനെ സമീപിക്കുന്നത്. വൈക്കം ഡേവിഡിന്റെ മകനായതുകൊണ്ട് നല്ലൊരു എഴുത്ത് അവനിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. വീട്ടിലെത്തിയ സച്ചിനും വലിയ പ്രതീക്ഷയോടെ എഴുതാനിരുന്നു. കറുത്ത കരങ്ങൾ എന്നു പേരുള്ള ഒരു ചെറുകഥ എഴുതി വലിയ ഉത്സാഹത്തിൽ അവൻ ടീച്ചർക്ക് കൊണ്ടുകൊടുത്തു. ഇതിനിടയിൽ വൈക്കം ഡേവിഡ് ഡെവിൾ സൈലന്റ് എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിരുന്നു. മഞ്ചാടി എന്ന പ്രസിദ്ധീകരണമായിരുന്നു അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ഡേവിഡിന്റെ സഹായിയായി പീറ്റർ എന്നൊരു യുവാവുമുണ്ടായിരുന്നു. പക്ഷേ ഡെവിൾ സൈലന്റിന്റെ ബുക്ക് പുറത്തിറങ്ങിയപ്പോ അത് പുറത്തുനിന്നും പിൻവലിക്കാൻ വൈക്കം ഡേവിഡ് തന്നെ മഞ്ചാടിയോട് ആവശ്യപ്പെട്ടു. ആദ്യ കോപ്പി കിട്ടിയപ്പോ തന്നെ അതിലൊന്ന് നീതുവിന് വായിക്കാനായി സച്ചിൻ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ മാഗസിൻ പ്രിന്റ് ചെയ്തു വന്നു. മാഗസിനിൽ തന്റെ കഥയുണ്ടോ എന്ന് സച്ചിൻ വലിയ തോതിൽ തിരഞ്ഞു. പക്ഷേ അതിൽ കഥ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. നീതു എഴുതിയ ഡെവിൾ സൈലന്റിന്റെ ആസ്വാദനക്കുറിപ്പ് പോലും ആ പുസ്തകത്തിലുണ്ട്. സച്ചിൻ വല്ലാതെ നിരാശനായി ടീച്ചറുടെ അടുക്കലെത്തി കാര്യം ചോദിച്ചു. പക്ഷെ ടീച്ചർ പറഞ്ഞത് അത് പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണം നിലവാരമില്ലെന്നായിരുന്നു. വാശിയിൽ വീട്ടിലെത്തിയ സച്ചിൻ അവൻ എഴുതിക്കൊണ്ടിരുന്ന നോവലിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് തിരുത്തിയെഴുതാനൊക്കെ തുടങ്ങി. പക്ഷേ തിരുത്തി എഴുതിക്കൊണ്ടിരുന്നിട്ടും സച്ചിന് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പുറത്ത് സെയിൽ ചെയ്യപ്പെട്ട മഞ്ചാടിയുടെ 10 കോപ്പികളിൽ ഏറെക്കുറെ 9 ഡേവിഡിന്റെ കയ്യിൽ തിരികെ എത്തി. ഒരു കോപ്പി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് സച്ചിൻ ഡേവിഡിനോട് താൻ എഴുതിയ നോവലിന്റെ കാര്യം പറയുന്നത്. ഡേവിഡ് അത് വായിച്ചു. പക്ഷേ ഇത് ഹൊറർ നോവലല്ല, ഹാസ്യ സാഹിത്യമാണെന്ന മട്ടിൽ തന്റെ മകനോട് പറഞ്ഞ് അവന്റെ കഴിവിനെ പുച്ഛിച്ചു തള്ളി. തന്റെ അപ്പം കൂടി അങ്ങനെ പറഞ്ഞതോടെ സച്ചിൻ വല്ലാതായി. മഹത്വമുള്ള അപ്പന്റെ മഹത്വമുള്ള മകനായി ജീവിക്കാൻ പറ്റാത്തതിൽ വിഷമിച്ച് അവൻ ആത്മഹത്യക്കൊരുങ്ങി. ആ സമയം അങ്ങോട്ടേക്ക് കടന്നു വന്ന ഡേവിഡ് കാരണം ആ ആത്മഹത്യാശ്രമം തകർന്നു. ആ സമയത്താണ് ഡേവിഡ് സച്ചിനോട് ചില രഹസ്യങ്ങൾ പറയുന്നത്. ഡേവിഡ് എഴുതിയ നോവലുകളിൽ ഒന്നുപോലും യഥാർത്ഥത്തിൽ ഡേവിഡിന്റേതായിരുന്നില്ല. ഡേവിഡിന് ഒരു കാമുകിയുണ്ടായിരുന്നു, അനുരാധ മരണപ്പെട്ടപ്പോ അവളുടെ വസ്തുക്കളിൽ അവൾ എഴുതി സൂക്ഷിച്ചിരുന്ന നോവലുകൾ ഡേവിഡ് അവരുടെ കുടുംബത്തിന് തിരികെ കൊടുത്തില്ല. അതിലെ പേരുമാറ്റി ഡേവിഡ് പ്രസിദ്ധീകരിച്ചു. പ്രശസ്തി വന്നെത്തിയതോടെ പണവും വന്നെത്തിയതോടെ ഡേവിഡ് നല്ല കഴിവുള്ള ചെറുപ്പക്കാരെ തേടിപ്പിടിച്ച് കൂലിക്ക് വെച്ച് എഴുതിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഡേവിഡ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഡെവിൾ സൈലന്റ് പോലും എഴുതിയത് ഡേവിഡിന്റെ കൂടെയുള്ള പീറ്റർ എന്ന യുവാവാണ്. ഞെട്ടലോടെയായിരുന്നു സച്ചിൻ ഇതൊക്കെ കേട്ടത്. ഡേവിഡ് പിന്നാലെ വ്യക്തമാക്കി, ലാസ്റ്റ് പീറ്റർ എഴുതിയ ഡെവിൾ സൈലന്റിൽ അവനൊരു കാര്യം ചെയ്തു വെച്ചു. അതിലെ വില്ലന് എന്റെ പേരും നായികയ്ക്ക് അനുരാധയുടെ പേരും കൊടുത്തു. ഈ ബുക്ക് വായിച്ചാൽ എന്റെ ഹിസ്റ്ററി ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് ഡേവിഡ് ആ പുസ്തകങ്ങൾ പുറത്തേക്ക് പോകാതെ തിരുത്തി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ തിരികെ വിളിച്ചതും. സത്യം പുറത്തു വന്നാലോ ഭയത്തോടെ സച്ചിൻ ചോദിച്ചു. പക്ഷേ ഡേവിഡ് പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ അടക്കമായിരുന്നു. വില്യം ഷേക്സ്പിയർ റോമിയോ ആൻഡ് ജൂലിയറ്റ് എഴുതിയതുപോലും ഇൻസ്പയർഡ് ആയിട്ടാണ്. ഇന്നതിനെ കോപ്പിയടിയെന്ന് പറയും. പക്ഷേ വില്യം ഷേക്സ്പിയറിനെ ആരെങ്കിലും കോപ്പിയടിക്കാരനെന്ന് വിളിക്കുമോ? കാലങ്ങൾക്കിപ്പുറം ഒരാളെ മഹാനാക്കുന്നത് അയാൾ നേടിയെടുത്ത റെപ്യൂട്ടേഷനാണ്. തങ്ങളുടെ ഇഷ്ട നോവലിസ്റ്റ് ചതിച്ചുവെന്ന് വിശ്വസിക്കാൻ വായനക്കാർക്ക് ഇഷ്ടമല്ല. സൃഷ്ടി നല്ലതാണെങ്കിൽ സൃഷ്ടാവിന്റെ പേരിൽ ആര് വരുന്നോ അയാളെ അവർ ആരാധിക്കും. റിസൾട്ട് മാത്രമാണ് പ്രധാനം. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, നന്നായി പഠിച്ച IIT വരെ അഡ്മിഷൻ കിട്ടും, ഡേവിഡ് മകനെ ഉപദേശിച്ചു. പക്ഷേ സച്ചിൻ പറഞ്ഞത് തനിക്കതൊന്നും പോരെന്നും തനിക്ക് അച്ഛനേക്കാൾ മഹാനാകണമെന്നുമായിരുന്നു. ഡേവിഡ് ഉടൻ മകൻ ഉപദേശം കൊടുത്തു. അതിന് നീ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഇവിടെ 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട്. നീ കഷ്ടപ്പെടേണ്ടത് നിന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനല്ല, നിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ്. നീ ഒരു മഹാനായി കഴിഞ്ഞാൽ നീ ചെയ്ത തെറ്റുകൾ പുറത്തു വന്നാൽ പോലും നിന്റെ ആ മഹത്വം നിന്നെ സംരക്ഷിക്കും. ഇതും വിനീതിന്റെ കഥയും തമ്മിൽ എന്ത് ബന്ധമെന്നല്ലേ? ഡെവിൾ സൈലന്റിന്റെ ആ അവസാന കോപ്പി അതിരുന്നത് വിനീത് മാധവന്റെ കൈകളിലായിരുന്നു.
വിനീതാകട്ടെ ഈ ഹൊറർ നോവലൊക്കെ വായിച്ച് ഉറക്കത്തിൽ താഴെ വീണ് അവന്റെ കൈയൊടിഞ്ഞിരിക്കുകയാണ്. അച്ഛനും അമ്മയും അവനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അപ്പോഴും അവൻ ഡബിൾ സൈലന്റ് വായിച്ച് പകുതിക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. ഡോക്ടർ അവന്റെ അടുത്ത് നിന്ന് നോവൽ പിടിച്ചു വാങ്ങി. വിനീതിനോട് പ്ലാസ്റ്റർ വെട്ടുന്നവരെ റെസ്റ്റ് എടുക്കാനും ഇതിനിടയിൽ അവന്റെയും കണ്ടെത്തി വരാനും പറഞ്ഞു. എന്നാലേ ഡബിൾ സൈലന്റ് ബുക്ക് തിരികെ കൊടുക്കൂ എന്നും വ്യക്തമാക്കി. തിരികെ വീട്ടിലേക്ക് പോകുമ്പോ വിനീതിനാകെ ടെൻഷനായിരുന്നു. ഡബിൾ സൈലന്റിന്റെ ക്ലൈമാക്സ് അറിയാതെ അവനൊരു സമാധാനവുമില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ കൂടിയായ സുജിത് രാജ് എന്ന സുജി അവനോട് പറഞ്ഞത് നമുക്കൊരു സിനിമ കാണാൻ പോകാമെന്ന്. വിനീതിന്റെ അച്ഛനും അമ്മയും പുറത്തു പോവുകയായിരുന്നു. അവരങ്ങനെ മാതയിൽ മമ്മി റിട്ടേൺസ് കാണാൻ പോയി. DTS ആദ്യമായി വന്ന ഒരു തിയേറ്റർ. അവിടുത്തെ DTS എഫക്റ്റും മറ്റും വിനീതിന്റെ ശ്രദ്ധ വല്ലാതെ പിടിച്ചുപറ്റി. അവനതിൽ ആകർഷണീയനായി. അന്ന് സൗണ്ട് എഫക്റ്റിലേവരും ഭയപ്പെടുന്നതും മറ്റും കണ്ടപ്പോ അവന്റെ ത്രില്ല് വർദ്ധിച്ചു. പുറത്തിറങ്ങിയതും അവൻ തന്റെ എയിം ഉറപ്പിച്ചു. പേടിപ്പിക്കണം, DTS വെച്ച് എല്ലാവരെയും പേടിപ്പിക്കണം. പിന്നീട് അങ്ങോട്ടേക്ക് വിനീത് ഹൊറർ ഫിലിമൊക്കെ കാണാൻ ആരംഭിച്ചു. മമ്മി സുനിലേട്ടന്റെ വീഡിയോ കാസറ്റ് കടയിലുണ്ടോ എന്നറിയാൻ അവൻ പോയി നോക്കിയെങ്കിലും അതവിടെ ഉണ്ടായിരുന്നില്ല. സുനിലേട്ടനാണ് മറ്റൊരു പടമുണ്ടെന്ന് പറഞ്ഞ് സിക്സ് സെൻസ് എന്ന M. നൈറ്റ് ശ്യാമളൻ ഫിലിം അവന് കൊടുത്തുവിടുന്നത്. DTS ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവൻ മേടിച്ചതാണത്. വീട്ടിലെത്തി ടിവിയും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്ത് അവൻ ആ സിനിമ കാണാനിരുന്നു. പക്ഷേ വീട്ടിലെ ഹോം തിയേറ്ററിൽ DTS എഫക്റ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുജി വന്നത്. സിക്സ് സെൻസ് പടമാണെന്നറിഞ്ഞതും M. നൈറ്റ് ശ്യാമളൻ ഒരു മലയാളിയാണ് എന്ന് സുജി പറഞ്ഞു. പേര് തെറ്റിച്ചായിരുന്നു അവൻ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന വിനീതിന്റെ അപ്പൂപ്പൻ M. നൈറ്റ് ശ്യാമളനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു. മലയാളിയായ ഹോളിവുഡ് ഡയറക്ടറാണ് M. നൈറ്റ് ശ്യാമളൻ എന്ന കാര്യം. അത് കേട്ടതും ആ പടം കണ്ടു തീർന്നതും കാര്യങ്ങളിൽ വിനീതിന് വല്ലാത്ത താല്പര്യം തോന്നി. സുജിക്ക് M. നൈറ്റ് ശ്യാമളനെ പറ്റിയുള്ള വിവരങ്ങൾ പത്രം വായിച്ചു മറ്റുമാണ് കിട്ടിയത് എന്നറിഞ്ഞതും അവനും അത്തരത്തിലോരോന്ന് വായിക്കാനൊക്കെ തുടങ്ങി. ഒടുവിൽ വിനീത് തന്റെ തീരുമാനം പുനർപരിശോധിച്ചു. അവന്റെയും അവൻ ഒന്നുകൂടി വലുതാക്കി. കൃത്യമായി അതിലേക്ക് എത്തിച്ചേർന്നു. വിനീത് മാധവൻ ഫിലിം. അവനൊരു ഡയറക്ടർ ആകണം, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഡയറക്ടർ. ഡോക്ടറെ കാണാൻ പോയപ്പോഴും അവനതാണ് ഡോക്ടറോട് പറഞ്ഞത്. ഡോക്ടർ അവന് ഡബിൾ സൈലന്റ് തിരികെ കൊടുക്കുകയും ചെയ്തു. തിരികെ വണ്ടിയിൽ വന്നപ്പോ അവനത് വായിച്ചു. ക്ലൈമാക്സും വായിച്ചു. വില്ലൻ ജയിക്കുകയും നായിക പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു നോവൽ. അതിന്റെ ക്ലൈമാക്സ് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചതും ഒരു വീഡിയോ ക്യാമറ കിട്ടാൻ അവൻ ആഗ്രഹിച്ചിരുന്നു, ഷോർട്ട് ഫിലിമൊക്കെ പിടിക്കാൻ വേണ്ടി. പക്ഷേ അത്രയും ഉയർന്ന വിലയുള്ള വീഡിയോ ക്യാമറ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അവന്റെ അച്ഛനും അമ്മയുമടക്കം അവനെ എതിർത്തു. ഇതിനിടയിൽ മുത്തച്ഛനും അതിൽ ഇടപെട്ടു. മുത്തച്ഛൻ വിനീതിനോട് സംസാരിച്ചത് വലിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ടാൽ നടക്കില്ലെന്ന മട്ടിലായിരുന്നു. ഇതിനിടയിൽ അച്ഛൻ നമ്മുടെ നാട് ഹോളിവുഡ് അല്ലെന്നും ഇത് ചെറിയ മോളിവുഡാണ് എന്ന കാര്യവും പറഞ്ഞു. അപ്പോഴാണ് അവൻ ഇന്ദ്രിയം ചലച്ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടത്. അതിൽ DTS ഉണ്ടായിരുന്നു. തനിക്ക് മോളിവുഡിലെ അറിയപ്പെടുന്ന ഡയറക്ടറായാൽ മതി എന്നവൻ അതോടെ ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അതിനായുള്ള അവന്റെ ശ്രമങ്ങളായിരുന്നു. പഠിത്തത്തിൽ വിനീത് വെറും ആവറേജ് ആയിരുന്നു. ഒടുവിൽ ബോർഡ് എക്സാമിന്റെ സമയമെത്തിയപ്പോ അവൻ അച്ഛനോട് വീഡിയോ ക്യാമറയുടെ കാര്യം വീണ്ടും പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ അവനൊരു ഓഫർ കൊടുത്തു. ബോർഡ് എക്സാമിൽ അവൻ 80% മാർക്ക് വാങ്ങിയാൽ അവനൊരു വീഡിയോ ക്യാം മേടിച്ചു കൊടുക്കാമെന്ന്. വിനീതും വലിയ പ്രതീക്ഷയിലായി. പക്ഷേ ഇതിനിടയിൽ അച്ഛനും മുത്തച്ഛനും സംസാരിക്കുന്നത് അവൻ മറവിൽ നിന്ന് കേട്ടു. വിനീത് ഒരു ഫിലിം ഡയറക്ടറാകുമെന്ന കാര്യത്തിലൊന്നും മുത്തച്ഛൻ ഉറപ്പുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു അവന് 80% മാർക്ക് മേടിച്ചാലല്ലേ വീഡിയോ ക്യാമറ വാങ്ങിക്കൊടുക്കാനുള്ളൂ. അവനതൊന്നും വാങ്ങാൻ പോകുന്നില്ല. വിനീത് അങ്ങോട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്കി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക പോലും ചെയ്തു. ഒടുവിൽ റിസൾട്ട് വരുന്ന ദിവസം എത്തി. റിസൾട്ട് നോക്കാൻ വിനീതും കൂട്ടുകാരൻ സുജിയും കൂടി സുനിലേട്ടന്റെ കടയിൽ പോയി. സുനിലേട്ടൻ റിസൾട്ട് നോക്കാൻ പോയ സമയത്ത് തനിക്ക് എന്തായാലും ക്യാമറ കിട്ടുമെന്ന് ഉറപ്പിച്ച് വിനീത് പറഞ്ഞു, ഞാനൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകുവാണ്, നീയാണ് അതിലെ നായകൻ. സുജി ഒന്ന് ഞെട്ടി. പിന്നാലെ അതിന്റെ കഥ വിനീത് പറഞ്ഞു. ഒരു ഹൊറർ ഷോർട്ട് ഫിലിം, രാത്രിയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒന്ന്. നല്ല രീതിയിലായിരുന്നു അവൻ ആ കഥ പറഞ്ഞത്. അത് കേട്ടതും സുജി ഒന്ന് ഞെട്ടി. ഇത് കിടക്കുമെന്ന് സുജി പറയുകയും ചെയ്തു. അപ്പോഴേക്കും റിസൾട്ടുമായി സുനിലേട്ടൻ വന്നു. വിനീതിന് 57%, സുജിക്ക് 88% മാർക്ക് കിട്ടിയിരുന്നു. ഹാൻഡിക്യാം കിട്ടില്ല എന്ന കാര്യം മനസ്സിലായതും വിനീത് നിരാശയിലായി. അപ്പോഴാണ് സുനിലേട്ടൻ താൻ റെന്റിന് കൊടുക്കുന്ന പുതിയ വീഡിയോ ക്യാം അവന് കാണിച്ചു കൊടുത്തത്. ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് വാടക, ടേപ്പിന് സെപ്പറേറ്റ് പൈസയും. പക്ഷെ അതിന് പണം വേണമല്ലോ. വിനീത് സുജിയുടെ സഹായം തേടി. സുജിക്ക് ഡിസ്റ്റിങ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ സുജി ചോദിച്ചാൽ അവൻ അന്ന് എന്തും കിട്ടും. അതുകൊണ്ട് പണം അവൻ ഉണ്ടാക്കാനും നമുക്ക് ഷോർട്ട് ഫിലിം പിടിക്കാം എന്നും വിനീത് പറഞ്ഞു. ഉറ്റ സുഹൃത്തായതുകൊണ്ട് സുജിയും അതിന് സമ്മതിച്ചു. അങ്ങനെ ചെകുത്താനെന്ന തന്റെ ആദ്യ ഷോർട്ട് ഫിലിം പിടിക്കാൻ വിനീത് ഒരുങ്ങി. ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോഴാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമായത്. ആ ഹാൻഡിക്യാം കൊണ്ട് നെയ്റ്റൊന്നും നന്നായി ഷൂട്ട് ചെയ്തെടുക്കാനേ സാധിക്കില്ല. സുനിലേട്ടൻ ചതിച്ചതായി കരുതി അതിനെപ്പറ്റി പറയാൻ വിനീത് സുനിലേട്ടന്റെ കടയിലെത്തി. സുനിലേട്ടനുള്ള കാര്യം പറഞ്ഞു. ഈ ക്യാമറയിൽ രാത്രിയൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ HD ക്യാം വേണം, ലൈറ്റിംഗ്
യൂണിറ്റ് എല്ലാം അടക്കം ഒരു ദിവസം 4500 രൂപ വരും. അത് കേട്ടതും വിനീത് ഞെട്ടി. സുനിലേട്ടൻ അവനോട് നീ ഇത് പകലിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്ക്, വൃത്തിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ കഥ പകലിൽ അതേ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വിനീത് തീരുമാനിച്ചു. ഷോർട്ട് ഫിലിമും ഷൂട്ട് ചെയ്തു. കുടുംബത്തിന് മുമ്പിൽ അവൻ ആ ഷോർട്ട് ഫിലിം കാണിച്ചു. സുജിയുടെ പാരന്റ്സും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതിഷ്ടപ്പെട്ടു, മുത്തച്ഛൻ ഒഴിച്ച്. മുത്തച്ഛന് പ്രേതങ്ങളോടും പ്രേത സിനിമകളോടും ഒട്ടും താല്പര്യമില്ല, അത് അൺസയന്റിഫിക് ആണ് എന്നാണ് മുത്തച്ഛന്റെ അഭിപ്രായം. എല്ലാവരും അവരെ അഭിനന്ദിച്ചെങ്കിലും പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് സുജിയുടെ അച്ഛനടക്കം വന്ന് വിനീതിനോട് പറഞ്ഞു. സുജിക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് എന്തായാലും സീറ്റ് കിട്ടും, വിനീതിനത് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യമുണ്ടായിരുന്നു. സുജി നല്ല ബുദ്ധിയുള്ള, നല്ല മാർക്ക് വാങ്ങുന്ന പയ്യനാണ്. അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് സീറ്റ് നേടിയാലും റിസർവേഷൻ ഉള്ളതുകൊണ്ട് ആളുകൾ അവനെ അങ്ങനെയെ നോക്കിക്കാണാറുള്ളായിരുന്നു. സുജിക്കാണെങ്കിൽ തനിക്ക് അംഗീകാരം കിട്ടാത്തത് വല്ലാത്ത നിരാശയായി തോന്നാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ അപ്രിസിയേഷൻ പോലും അവന് വലിയ കാര്യമായിരുന്നു. ആ ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് അവൻ അഭിനന്ദിക്കപ്പെട്ടപ്പോ സുജി വലിയ കാര്യമായി അതെടുത്തു. ഷോർട്ട് ഫിലിം സ്കൂളിലെ കുട്ടികളെ മുഴുവൻ കാണിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ വേണ്ടെന്നായിരുന്നു വിനീത് പറഞ്ഞത്. തരക്കേടില്ലാത്തൊരു ഷോർട്ട് ഫിലിമായി മാത്രമേ എല്ലാവരും അതിനെ കണ്ടിട്ടുള്ളൂവെന്നും തന്റെ സിനിമ കണ്ട് ഏവരും ഞെട്ടണമെന്നും ക്ലൈമാക്സിൽ പേടിക്കണമെന്നുമായിരുന്നു വിനീത് വ്യക്തമാക്കിയത്. ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആകണം എന്നായിരുന്നു വിനീതിന്റെ ആഗ്രഹം. അതിൽ അവൻ വല്ലാതെ ദുർവാശി കാണിച്ചിരുന്നു. സുനിലേട്ടൻ പോലും ഇങ്ങനെ വാശി കാണിക്കരുതെന്നും അതത്ര നല്ലതല്ല എന്ന മട്ടിലും അവനോട് പറഞ്ഞെങ്കിലും താൻ അത് റീഷൂട്ട് ചെയ്യും എന്ന് തന്നെ വിനീത് ഉറപ്പിച്ചു. പക്ഷേ വലിയ സെറ്റപ്പിൽ അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പണച്ചിലവുണ്ട്. പണം സമ്പാദിക്കുന്നവരെ കാത്തിരിക്കാൻ വിനീത് തീരുമാനിച്ചു. ഒടുവിൽ ഒരു കൊല്ലത്തിനു ശേഷമാണ് അവൻ ആഗ്രഹിച്ച പോലെ അവനത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ചെകുത്താൻ എന്ന അവന്റെ ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ ആദ്യം ഷൂട്ട് ചെയ്ത് അവൻ സുനിലേട്ടനെ കാണിച്ചു. പക്ഷെ അതിൽ അത്രമേൽ ഞെട്ടിക്കുന്നൊരു വൗ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. തൊട്ടുപുറകെ അതിൽ ബിൽഡപ്പും മിസ്ഡയറക്ഷനും മിസ്സിംഗ് ആണ് എന്ന് വിനീത് മനസ്സിലാക്കി. അതോടെ അവനത് വീണ്ടും റീ എഡിറ്റ് ചെയ്തു. ഒടുവിൽ അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ ആ ഷോർട്ട് ഫിലിം കണ്ട് സുനിലേട്ടനും സുജിയും ഞെട്ടി. അതോടെ അത് മുഴുവനും കോപ്പിയെടുത്ത് സ്കൂളിൽ വിതരണം ചെയ്യാനും വിനീത് തീരുമാനിച്ചു. വീട്ടിലെത്തി കുടുംബത്തെയും അവൻ ഷോർട്ട് ഫിലിം കാണിച്ചു. ഷോർട്ട് ഫിലിം കണ്ട് അവന്റെ അച്ഛനും അമ്മയും ഞെട്ടി. മികച്ചതായിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു. മുത്തച്ഛൻ പെട്ടെന്ന് ബോധം കെട്ടുകിടന്നു. അവരുടൻ തന്നെ മുത്തച്ഛനെ ആശുപത്രിയിലാക്കി. തന്റെ ഷോർട്ട് ഫിലിം കണ്ട് ഭയന്നാണ് മുത്തച്ഛൻ അങ്ങനെ അവസ്ഥയിലായത് എന്നാണ് വിനീത് ചിന്തിച്ചത്. മുത്തച്ഛൻ കോമയിലേക്ക് പോയിരുന്നു. സയന്റിസ്റ്റായ തന്റെ അച്ഛനെ വരെ ഭയപ്പെടുത്തിയ മകന്റെ സൃഷ്ടിയുടെ കഴിവിൽ അവന്റെ അച്ഛൻ അഭിമാനം പൂണ്ടു. അവനിന് വേറൊന്നും പഠിക്കാൻ പോകണ്ടെന്നും +2 കഴിഞ്ഞാൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് താൻ അഡ്മിഷൻ എടുത്തു തരാമെന്നും അച്ഛൻ വിനീതിനോട് പറഞ്ഞു. കോപ്പികൾ അടിക്കാൻ വേണ്ടി 1000 രൂപയും വിനീതിന് കൊടുത്തു. വിനീത് ഷോർട്ട് ഫിലിമിന്റെ കോപ്പികൾ അടിച്ച് സ്കൂൾ മുഴുവൻ വിതരണം നടത്തി. എല്ലായിടത്തുനിന്നും അഭിനന്ദനങ്ങൾ കിട്ടിയതോടെ വിനീത് ഒരുപാട് സന്തോഷിച്ചു. ഒടുവിൽ അവൻ തീരുമാനിച്ചു, എല്ലാ വലിയ ഡയറക്ടേഴ്സിനെയും പോലെ തനിക്കുമാകണം. ഏറ്റവും ചെറിയ പ്രായത്തിൽ സിനിമ ചെയ്യണം. 22-ാം വയസ്സിൽ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ചലച്ചിത്രം. അവനത് മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി പരിശ്രമവും തുടങ്ങി. കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തു. അതിനിടയിൽ അവൻ ഷോർട്ട് ഫിലിംസും പിടിച്ചു. ആ സമയത്താണ് ഹന ഷാജഹാൻ എന്നൊരു ആക്ട്രസിനെ അവൻ പരിചയപ്പെടുന്നത്. ഹനയ്ക്ക് വിനീതിനോട് പ്രണയം തോന്നിയിരുന്നു. ഹന വിനീതിനെ പ്രപ്പോസ് ചെയ്തെങ്കിലും വിനീത് അത് റിജക്ട് ചെയ്തു. ഹനയ്ക്ക് ആ സമയത്ത് തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നിരുന്നു. താൻ അവിടെ സൂപ്പർ സ്റ്റാർ ആകും എന്നവളെന്ന് പറയുകയും ചെയ്തിരുന്നു. വിനീത് പക്ഷേ അത് കാര്യമാക്കിയില്ല. അവൻ അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് 22-ാം വയസ്സിൽ സിനിമ ചെയ്യണം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച 3 കൊല്ലത്തിനിടയിൽ അവൻ 3 ഷോർട്ട് ഫിലിം ചെയ്തു. യക്ഷി, ചാത്തൻ, രാക്ഷസൻ. അവന്റെ 3 ഷോർട്ട് ഫിലിമും വൈറലായി. അപ്പൂപ്പൻ എപ്പോഴും കോമയിൽ നിന്നുണർന്നിരുന്നില്ല. അപ്പൂപ്പൻ ഉണരുമ്പോൾ ആദ്യം കാണാൻ വേണ്ടി സോറി അപ്പൂപ്പ എന്ന് അപ്പൂപ്പൻ കിടക്കുന്നിടത്തെ മച്ചിൽ പോലും അവൻ എഴുതി വെച്ചിരുന്നു. 3 കൊല്ലം കഴിഞ്ഞപ്പോ നേരത്തെ അവനോട് പറഞ്ഞ പോലെ ഹന തമിഴിൽ സൂപ്പർ സ്റ്റാർ ആയി. സുജി ഇപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റാങ്ക് ഹോൾഡർ ആണെങ്കിൽ കൂടിയും നാട്ടുകാർ റിസർവേഷനിലാണ് സുജിക്ക് അഡ്മിഷൻ കിട്ടിയതെന്നാണ് കരുതുന്നത്. അതിലവന് വല്ലാത്ത ദേഷ്യവുമുണ്ട്. അങ്ങനെ വർഷം 2010. വിനീത് ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. സിനിമയ്ക്കായി ഐഡിയ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ റീ റിലീസായി. അത് കാണാൻ വിനീത് പോയി. അതിലെ വിഷ്വൽസും മറ്റും അവനെ ഒരുപാട് ഇംപ്രസ് ചെയ്യിച്ചു. ഒടുവിൽ വിനീത് ഒരു തീരുമാനമെടുത്തു. അവന്റെ ആദ്യ ചലച്ചിത്രം എല്ലാ കാലത്തും മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാവണം, എന്നും ഓർമ്മിക്കപ്പെടുന്നത്. മോളിവുഡിലെ ആദ്യത്തെ മോൺസ്റ്റർ മൂവി. അവന്റെ തന്നെ ഷോർട്ട് ഫിലിമിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാക്കാനായിരുന്നു വിനീത് ആലോചിച്ചത്. സുജിക്ക് അതിൽ തന്നെ ഭയം തോന്നിയിരുന്നു.
സുജി അത് പറഞ്ഞപ്പോ വിനീത് പറഞ്ഞു, ആദ്യ സിനിമ വെറുമൊരു സിനിമ പോര സുജി. ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിൽ അവർ പേടിച്ചാൽ മാത്രം പോരാ, ആ പേടി ഒരു ചരിത്രമാവണം. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. അവരതങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞ് വൈകിയ സുനിലേട്ടൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. സുനിലേട്ടൻ വന്നത് വരാനിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ കാര്യം അറിയിച്ചുകൊണ്ടായിരുന്നു. വിജയുടെ ആദ്യ ചിത്രം കാഴ്ച ഫിലിം സൊസൈറ്റി ഹാരിസ് ബഷീർ ഗ്രൂപ്പും ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അവന്റെ ഷോർട്ട് ഫിലിംസ് എല്ലാം തന്നെ സുനിലേട്ടൻ ആ ഫെസ്റ്റിലേക്ക് അയച്ചിരുന്നു. ജയിക്കുമെന്നുറപ്പുള്ളതുകൊണ്ട് അവനോട് സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ സുനിലേട്ടൻ പറഞ്ഞു. വിനീത് അതിനുള്ള ശ്രമം ആരംഭിച്ചു. സിനിമകൾ ഒബ്സർവ് ചെയ്ത് നായകനാണ് എപ്പോഴും വിജയിക്കുന്നതെന്നും നല്ല ആളുകൾക്ക് നല്ലതേ സംഭവിക്കുള്ളൂ എന്നും ഹോപ്പ്ഫുൾ ക്ലൈമാക്സ് എന്ന സംഗതി അടക്കമുള്ള സാധാരണ സിനിമയിലെ കാര്യങ്ങൾ അവൻ നോട്ട് ചെയ്തു. അതൊക്കെ ഫോളോ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ആരംഭിച്ചു. പ്രേക്ഷകർക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാത്ത നല്ലൊരു ചലച്ചിത്രം. അങ്ങനെ മൃഗമെന്ന് പേരിട്ട് അവന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് പൂർത്തിയായി. പ്രിന്റ് എടുത്തത് സുനിലേട്ടനായിരുന്നു. 2 കോപ്പികൾ, ഒന്നവന് കൊടുക്കാനും ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാനും. അങ്ങനെ ഒടുവിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നടന്നു. വിനീതിന്റെ ഷോർട്ട് ഫിലിം ശ്രദ്ധ നേടി. പക്ഷേ അവാർഡ് വന്നപ്പോ 2ാം സ്ഥാനമായിരുന്നു വിനീതിന് ലഭിച്ചത്. 1ാം സ്ഥാനം നേടിയതാകട്ടെ അർജുൻ എന്ന മറ്റൊരു യുവാവാണ്. വിനീത് അത് കണ്ട് ഞെട്ടിയിരുന്നു. 2ാം സമ്മാനം വാങ്ങാൻ വിനീത് സ്റ്റേജിൽ കയറിയപ്പോ വലിയ തോതിൽ കരഘോഷമുയർന്നു. അത് കേട്ടതും വിനീതിന് സന്തോഷമായി. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് തന്നെയാണല്ലോ. അർജുൻ കയറിയപ്പോ അത്രയും കരഘോഷമുണ്ടായിരുന്നില്ല. മലയാളത്തിലെ പ്രധാന ഫിലിം ക്രിട്ടിക്കുകളിൽ ഒരാളായ ആനന്ദ് സുധാകരനായിരുന്നു വിനീതിന് സമ്മാനം നൽകിയത്. ആ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അർജുൻ വേദിയിലേക്ക് കയറി വന്നു. ശേഷം സംസാരിച്ചു. എന്റെ 10ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ കാണാൻ പറ്റിയത്. ഞാൻ ഇവിടെ 1ാം സ്ഥാനം നേടി നിൽക്കുമ്പോ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു മോശം പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എനിക്ക് എന്റെ ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ധൈര്യവും മറ്റും കിട്ടിയത് ഈ നിൽക്കുന്ന വിനീത് മാധവന്റെ ഷോർട്ട് ഫിലിംസ് കണ്ടുകൊണ്ടാണ്. ഞാൻ വിനീത് മാധവന്റെ വലിയൊരു ഫാനാണ്. പക്ഷേ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് കുറെ മെസ്സേജ് ഒക്കെ അയച്ചെങ്കിലും ഇതുവരെ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ചിരിയോടെ തമാശ രീതിയിലാണ് അർജുൻ ഇതൊക്കെ പറഞ്ഞത്. എന്താണെങ്കിലും ഈ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റിയതും വിനീതിന്റെ കൂടെ മത്സരിച്ച് 1ാം സമ്മാനം നേടിയതും എന്റെ ഡെസ്റ്റിനിയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ ഈ അവാർഡ് വിനീത് മാധവന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അർജുന്റെ ആ വാക്കുകൾ കേട്ടതും കാണികൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുത്തു. വിനീത് ഇതൊക്കെ കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. വിനീതിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്നവിടെ ടോയ്ലറ്റിൽ പോയി നിന്ന സമയത്ത് എങ്ങനെയാണ് അർജുന്റെ ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടിയത് എന്ന് വിനീത് ചിന്തിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിൻ കടന്നു വരുന്നത്. അവാർഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചതാണെന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നുമായിരുന്നു സച്ചിൻ പറഞ്ഞത്. കൂട്ടത്തിൽ കയ്യടികൾ പോലും തമാശ രൂപത്തിൽ ഓരോ കഥ പറഞ്ഞ് അർജുൻ നേടിക്കൊണ്ടു പോയതിനെപ്പറ്റിയും സച്ചിൻ ചൂണ്ടിക്കാണിച്ചു. പിന്നാലെ സച്ചിൻ വിനീതിനോടൊരു കാര്യം പറഞ്ഞു. ചിത്ര എന്ന നോവൽ അധികരിച്ച് ഞാനൊരു സിനിമ പിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് അത്ര നന്നായിട്ടില്ല. ഹന ഷാജഹാനാണ് ഹീറോയിൻ. വിനീതിന് താല്പര്യമുണ്ടെങ്കിൽ വിനീതിന് ആ സ്ക്രിപ്റ്റിലിരിക്കാം. ഹന ഇപ്പോഴുള്ള സ്ക്രിപ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല. വൈക്കം ഡേവിഡിന്റെ നോവലായിരുന്നു ചിത്ര. സച്ചിനാകട്ടെ വൈക്കം ഡേവിഡിന്റെ മകനും. അയാൾക്കും വേണ്ടിയിരുന്നത് ആദ്യ ചലച്ചിത്രത്തിലൂടെ മഹത്വം നേടിയെടുക്കുക എന്നതായിരുന്നു. ഒരു സാധാരണ സിനിമ വേണ്ടായിരുന്നു. അങ്ങനാണ് വിനീതിനർക്കൽ സച്ചിൻ സഹായവുമായിട്ടെത്തിയത്. ചിത്രയുടെ സ്ക്രിപ്റ്റ് വിനീതിന് അവൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ വിനീത് ആദ്യമേ ആ ഓഫർ റിജക്ട് ചെയ്തു. തനിക്ക് തന്റെ സിനിമയുടെ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. സച്ചിൻ യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു. വിനീത് മാധവൻ പിന്നീട് അകത്ത് ചെല്ലുമ്പോഴാണ് അർജുന് കിട്ടുന്ന അഭിനന്ദനങ്ങളും ഫിലിം ക്രിട്ടിക് അടക്കം അർജുനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതും അവൻ കാണുന്നത്. എല്ലാം സെറ്റപ്പാണെന്ന് മനസ്സിലായതും തന്റെ ഫിലിം ഉടൻ തന്നെ പിടിക്കണം, അതിന് പിന്നാലെ പോണം എന്ന് വിനീത് ഉറപ്പിച്ചു. സച്ചിനെ പറ്റി നോക്കിയപ്പോ സച്ചിൻ വോക്സ് സ്റ്റുഡിയോസുമായി കരാറിലെത്തിയിട്ടുണ്ടെന്നും പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയാണെന്നും 5 സിനിമകൾക്കുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന കാര്യവും വിനീത് നോക്കിക്കണ്ടു. അതോടെ ചിത്രയുടെ സ്ക്രിപ്റ്റ് ഇരുന്ന് വിനീത് വായിച്ചു തീർന്നതും സച്ചിനെ വിളിച്ചു. ആ സ്ക്രിപ്റ്റ് ഫ്ലോപ്പാണെന്ന് പറഞ്ഞു. താൻ ആ സ്ക്രിപ്റ്റിൽ ഇരിക്കാമെന്നും പക്ഷേ തനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് എന്നും വിനീത് വ്യക്തമാക്കി. വിനീതിന്റെ കണ്ടീഷൻ മറ്റൊന്നുമായിരുന്നില്ല. ചിത്ര കഴിഞ്ഞാൽ ഉടൻ സച്ചിൻ വിനീതിന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യണം. സച്ചിൻ അതിന് സമ്മതിച്ചു. സച്ചിന് വാഗമണിൽ ഒരു ബംഗ്ലാവുണ്ട്. അപ്പം മേടിച്ചതാണ്. അവിടെ ഫിലിം ഷൂട്ട് ചെയ്യാനായിരുന്നു സച്ചിൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അടുത്ത മീറ്റിംഗും സച്ചിൻ വിനീതിനോട് പറഞ്ഞിരുന്നത്. അതിനിടയിൽ തന്നെ വിനീത് ആ സ്ക്രിപ്റ്റിൽ പണിതു. സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി. ഒടുവിൽ വാഗമണിലെ വീട്ടിൽ വെച്ച് സച്ചിനും മറ്റ് പ്രൊഡക്ഷൻ അംഗങ്ങളും ക്യാമറമാനുമായുള്ള മീറ്റിംഗ് നടന്നു. അവിടെ എത്തിയപ്പോഴേക്കും സച്ചിൻ തന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. വോക്സ് പ്രൊഡക്ഷന്റെ റീജിയണൽ ഹെഡ് ഫയാസ് അവിടെ ഉണ്ടായിരുന്നു.
ആയിരുന്നു. സച്ചിന്റെ കോ പ്രൊഡ്യൂസർ ഫയാസ് ആവശ്യപ്പെട്ടപ്പോ വിനീത് ആ സ്ക്രിപ്റ്റ് നൽകി. അതിനു മുമ്പ് 4 തവണ ആ സ്ക്രിപ്റ്റ് പുതുക്കി എഴുതിയിട്ടും ഫയാസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിനീതിന്റെ സ്ക്രിപ്റ്റിൽ ഫയാസ് ഇംപ്രസ്ഡ് ആയി. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ആ സ്ക്രിപ്റ്റിൽ നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. കഥയും തിരക്കഥയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നായികയ്ക്ക് സീൻസ് പോലും കുറവാണ്. അതോടെ പ്രൊഡക്ഷൻ കൺട്രോളറും ക്യാമറമാനും അടക്കമിടഞ്ഞു. ഹന ഷാജഹാൻ എന്ന ആക്ട്രസിനെ വെച്ച് നല്ല മാർക്കറ്റ് ചെയ്യാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ സിനിമ നന്നായി വരണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് കൊണ്ടേ സാധിക്കൂ എന്ന കാര്യം സച്ചിൻ വിശദീകരിച്ചു. ഫയാസും സച്ചിനും അത് അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഹനയെ ഒഴിവാക്കിയൊരു ചിത്രം ചെയ്യൽ സാമ്പത്തികമായി അത്ര നല്ല വഴിയല്ലാത്തതുകൊണ്ട് അത് നടക്കില്ല എന്ന കാര്യം പ്രൊഡക്ഷൻ കൺട്രോളർ തീർത്തു പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യവും വ്യക്തമാക്കി. സച്ചിൻ യഥാർത്ഥത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. സച്ചിന്റെ പേരിൽ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാരിസ് ബഷീർ ആണ്. ഹനയില്ലെങ്കിൽ ഹാരിസ് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറും. ഈ സ്ക്രിപ്റ്റുമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ താനും ഒഴിയുകയാണ് എന്ന് ഫായിസ് വ്യക്തമാക്കി. പക്ഷേ സച്ചിൻ വിനീതിന്റെ ആ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ തീരുമാനിച്ചിരുന്നു. സ്വന്തം പ്രൊഡക്ഷനിൽ ആ ഫിലിം ചെയ്യാനായിരുന്നു സച്ചിൻ തീരുമാനിച്ചത്. സച്ചിൻ വിനീതിനോടും പറഞ്ഞു, 2 മാസം കൊണ്ടൊക്കെ സെറ്റാകും. എന്റെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ പിന്നെ നിന്റെ പടം അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. സച്ചിന്റെ ഉറപ്പിൽ വിനീത് ആശ്വസിച്ചു. ഇതിനിടയിൽ എല്ലാവരും മാറിയപ്പോ ഫായിസ് വിനീതിനൊരു ഓഫർ കൊടുത്തു. വിനീതിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാണെങ്കിൽ അത് ഞാൻ നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. വിനീതിന്റെ ടാലന്റ് ഫയാസ് നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അത് തെണ്ടിത്തരമാണ് എന്ന് ചിന്തിച്ച് വിനീത് ആ ഓഫർ വേണ്ടെന്നു വെച്ചു. സച്ചിനാണല്ലോ ഫയാസിനടുക്കൽ അവനെ കൊണ്ടുപോയത്. എന്നിട്ടിപ്പോ സച്ചിന്റെ പിന്നിൽ നിന്നും ഫയാസുമായി ഒരു ഡീലുണ്ടാക്കുന്നത് ശരിയല്ല എന്നായിരുന്നു സച്ചിൻ വിശ്വസിച്ചത്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ടും സച്ചിന്റെ പടം എവിടെയും എത്തിയില്ല. വിനീതിന്റെ പടവും. ഇതിനിടയിൽ അർജുൻ പടം പിടിച്ചു. ആഫ്റ്റർ പാർട്ടി പടം റിലീസാവുന്നതിന് മുമ്പ് അർജുന്റെ ഒരു മെസ്സേജ് വിനീതിനെ തേടിയെത്തി. തനിക്ക് പടം കണ്ട് ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്നില്ലെന്നും തന്റെ പടം കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നുമായിരുന്നു അവൻ പറഞ്ഞത്. ഒടുവിൽ വിനീതിനടുക്കൽ അർജുൻ തന്റെ പടവുമായിട്ടെത്തി. കണ്ടുനോക്കാൻ പറഞ്ഞു. ആ സമയം അവന്റെ ഷോർട്ട് ഫിലിംസിൽ നിന്ന് താൻ ചില കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ സനയുമായി അർജുൻ ഒരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തിരുന്നു. വിനീത് ആ പടം കണ്ടു. അത് കണ്ടവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവന്റെ മേക്കിംഗ് സ്റ്റൈലും മറ്റു കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ അർജുൻ അടിച്ചുമാറ്റിയിരുന്നു. അർജുൻ പുറത്തുപോയി വന്നപ്പോ വിനീത് സത്യസന്ധമായി തന്റെ ദേഷ്യവും നിരാശയും പ്രകടിപ്പിച്ചു. തന്റെ ഐഡിയയും മറ്റു കാര്യങ്ങളുമടക്കം അർജുൻ അടിച്ചുമാറ്റിയതിനെ കുറ്റപ്പെടുത്തി. വിനീത് ചെയ്യാനിരുന്ന പോലെ ഒരു മോൺസ്റ്റർ ഫിലിം സബ്ജക്റ്റായിരുന്നു അർജുൻ ചെയ്തിരുന്നത്. അതും വിനീതിന്റെ ഷോർട്ട് ഫിലിമിൽ നിന്നും ഇൻസ്പയർഡായി അതേ രീതിയിൽ അടിച്ചുമാറ്റിക്കൊണ്ട് തന്റെ ശൈലി മോഷ്ടിച്ചതിലുള്ള അമർഷം വിനീത് വ്യക്തമാക്കി. തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് അവൻ ചെയ്തത് എന്നും കൂട്ടിച്ചേർത്തു. അവൻ എവിടെന്ന് പറഞ്ഞയച്ചു. അവന്റെ പടം ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നും വ്യക്തമാക്കി. വൈകാതെ അവന്റെ ആ പടം ഇറങ്ങി. വിനീത് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ബസ്റ്ററായി. ക്രിട്ടിക്കുകൾ അവനെ പുകഴ്ത്തി. വിനീതിന്റെ മേക്കിംഗ് സ്റ്റൈൽ അടിച്ചുമാറ്റി ചെയ്തതാണെങ്കിലും ആ മഹത്വം മുഴുവൻ അർജുന് വന്നു ചേർന്നു. സച്ചിൻ അതിനെപ്പറ്റി വിനീതിനോടും പറഞ്ഞു. മറ്റൊരു കഥ അടിച്ചുമാറ്റി അതിലെ സെല്ലിംഗ് പോയിന്റ് എടുത്ത് സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യാൻ സച്ചിൻ പറഞ്ഞെങ്കിലും വിനീതാദ്യം അതിന് ചെവികൊണ്ടില്ല. ആ സമയം സച്ചിൻ ഇവിടെ റിസൾട്ട് മാത്രമാണ് പ്രധാനമെന്നും നിന്റെ ആശയം അടിച്ചുമാറ്റി അർജുൻ പടം പിടിച്ചിട്ടും അവനെല്ലാ മഹത്വവും കിട്ടിയത് കണ്ടില്ലേ എന്നും ചോദ്യം ചെയ്തു. വിനീത് അപ്പോഴാണ് ചിന്തിക്കുന്നത്, സച്ചിൻ പറഞ്ഞത് ശരിയാണ്. അർജുന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടില്ല. തന്റെ സാധനം മോഷ്ടിച്ചാണെങ്കിലും അവൻ ഉയരങ്ങളിലേക്ക് പോയി. അതോടെ താൻ അതുവരെ മനസ്സിലാക്കി വെച്ചിരുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് ചിന്തിച്ച വിനീത് ഒക്കെയും തിരുത്താൻ തീരുമാനിച്ചു. സച്ചിനോടുള്ള ലോയൽറ്റിയും എല്ലാം അവൻ ഉപേക്ഷിച്ചു. ആരോടും ലോയൽറ്റി ഇല്ലാത്ത റബലായൊരു മനുഷ്യനായി സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനായി മാറാൻ വിനീത് തീരുമാനിക്കുകയായിരുന്നു. സിനിമയിലും അത്തരം ആശയങ്ങൾ കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. നായകൻ നന്മയുള്ളവനായിരിക്കണമെന്നില്ല എന്നവൻ ചിന്തിച്ചു. അതുപോലെ ഓരോന്നിലും മാറ്റം വരുത്തി. മൃഗത്തിന്റെ സ്ക്രിപ്റ്റ് അടക്കം അവൻ കത്തിച്ചു. പിന്നാലെ ഫയാസിനെ വിളിച്ച് സംസാരിച്ചു. ഫയാസുമായുള്ള സിനിമയ്ക്ക് അവൻ ഓക്കെ പറഞ്ഞു. കൂട്ടത്തിൽ 2 കണ്ടീഷനും വെച്ചു. സിനിമയുടെ കഥ മറ്റാരോടും അവൻ പറയില്ല. ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് മാത്രമേ അവൻ പറയുകയുള്ളൂ. സിനിമയുടെ ഷൂട്ട് മുതൽ ഫൈനൽ കട്ട് വരെ അവന്റെ മാത്രം ഡിസിഷനായിരിക്കും. പ്രൊഡക്ഷൻ അതിൽ ഇടപെടാൻ പാടില്ല. ഫയാസ് സച്ചിന്റെ കഴിവിൽ വിശ്വാസമുള്ളതുകൊണ്ട് അതിനൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെ തിരുത്തിക്കുറിച്ച് സ്വാർത്ഥനായ ഒരു മനുഷ്യനായ ശേഷം അവൻ തന്റെ സിനിമ പൂർത്തിയാക്കി. സ്വരൂപ് എന്ന നായകനെ വെച്ച് മനുഷ്യൻ എന്ന ചലച്ചിത്രം പടം റിലീസിന് തയ്യാറെടുക്കുകയായിരുന്നു. നടനും പ്രൊഡ്യൂസറുമടക്കം അതിൽ ഇംപ്രസ്ഡ് ആയി. ക്ലൈമാക്സ് കണ്ട് അവരെല്ലാവരും ഞെട്ടി. പക്ഷെ അവിടുണ്ടായിരുന്ന സുനിലേട്ടനും സുജിയും എക്സൈറ്റഡ് ആയിരുന്നില്ല. അവരോട് ചോദിച്ചപ്പോഴാണ് അവന്റെ പടത്തിന്റെ അതേ ക്ലൈമാക്സ് ആഡ്
അടുത്തിറങ്ങിയൊരു ചെറിയ പടം ദൈവം എന്ന പേരുള്ള പടവുമായി ചേർന്നു നിൽക്കുന്നു എന്നവൻ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അവർ പോയി ആ പടം കണ്ടു. അവന്റെ സിനിമയുടെ ക്ലൈമാക്സിന്റെ മറ്റൊരു വെർഷനായിരുന്നു അത്. അതോടെ വിനീതും നായകനും പ്രൊഡ്യൂസറുമടക്കം നിരാശരായി. ഷുവർ ഷോട്ട് എന്ന് വിനീത് വിശ്വസിച്ച് സച്ചിന്റെ പടം 8 നില പൊട്ടി. സച്ചിൻ അത് പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. വിനീതിന്റെ പടം ഇത്തരത്തിലും ദൈവം കത്തിക്കയറുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിനീത് ആകെ കുഴങ്ങി. പ്രൊഡ്യൂസർ അതൊന്ന് റീഎഡിറ്റ് ചെയ്ത് ശരിയാക്കാം എന്ന് വിനീതിനോട് പറഞ്ഞു. പക്ഷെ വിനീത് അതിന് ഒരുക്കമായിരുന്നില്ല. 30% റീഷൂട്ട് ചെയ്ത് നല്ലൊരു ചലച്ചിത്രമാക്കി ഇറക്കണം എന്നായിരുന്നു വിനീത് ആഗ്രഹിച്ചത്. പക്ഷെ ആ പടത്തിനു മേൽ ഇനി കൂടുതൽ പണം മുടക്കാൻ താൻ തയ്യാറല്ല എന്ന് ഫയാസ് തീർത്തു പറഞ്ഞു. വിനീത് ഫയാസിന്റെ പിന്നാലെ കൂടി 50 ലക്ഷം കൂടി മുടക്കിയാൽ 10 കോടി ലാഭം നേടുന്ന പടമായി ഇതിനെ മാറ്റാം എന്ന് വിനീത് ഉറപ്പുകൊടുത്തു. ഫയാസും ഏറെക്കുറെ അതിലേക്കായി നിൽക്കുമ്പോഴാണ് ഫയാസിനൊരു കോൾ വന്നത്. ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. അവരുടെ പടത്തിലെ നായകൻ മോളിവുഡിലെ യുവ ഹീറോ സ്വരൂപ ആ കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. അവരങ്ങനെ സംസ്കാര ചടങ്ങിന് പോയി. എല്ലാവരും വിനീതിന് രഹസ്യമായി കൺഗ്രാറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. ഹനയടക്കം പറഞ്ഞു. വിനീതിനാദ്യം മനസ്സിലായില്ല. ഒടുവിൽ ഫയാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് വിനീത് അത് തിരിച്ചറിയുന്നത്. സ്വരൂപിന്റെ അവസാന ചിത്രം എന്ന രീതിയിലായിരിക്കും വിനീതിന്റെ മനുഷ്യൻ മാർക്കറ്റ് ചെയ്യപ്പെടുക. അതെത്ര പൊട്ടപ്പടമാണെങ്കിലും അതൊരു ബമ്പർ ബ്ലോക്ക് ബസ്റ്ററായി മാറും. വിനീതിന് പക്ഷേ അങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവന്റെ പടം മികച്ചതായി പുറത്തിറങ്ങണം എന്ന് വിനീത് ആഗ്രഹിച്ചിരുന്നു. ഫയാസിനോടത് സൂചിപ്പിച്ചപ്പോ ഫയാസ് അതിനെ പൂർണ്ണമായിട്ട് എതിർത്തു. സിനിമ ഒരു ബിസിനസ് ആണെന്നും കല മാത്രമല്ലെന്നും അവനോട് പറഞ്ഞു. ഈ പടം ഇങ്ങനെ ഇറങ്ങട്ടെ എന്നും അവന്റെ അടുത്ത പടം താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അതെങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ എന്നും ഫയാസ് വിനീതിനോട് സൂചിപ്പിച്ചു. പക്ഷേ വിനീതിനെ സംബന്ധിച്ച് അവന്റെ ആദ്യ പടത്തിലൂടെ മഹത്വം നേടണം എന്നവൻ തീരുമാനിച്ചിരുന്നു. വോക്സിന്റെ പ്രൊഡക്ഷനിടത്തേക്ക് പ്രധാന ആക്സസ് ഉണ്ടായിരുന്ന വിനീത് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. മനുഷ്യൻ എന്ന പടത്തിന്റെ ഷൂട്ട് ചെയ്ത മുഴുവൻ ഫൂട്ടേജസും അവൻ ഡിലീറ്റ് ചെയ്തു. അത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറി. സ്വരൂപിന്റെ ആരാധകർ വിനീതിനെതിരെ തിരിഞ്ഞു. ഫയാസും മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും വിനീതിന് വിലക്കും എന്നൊരു ഘട്ടമെത്തി. സംഘടന വിനീതിന് വിലക്കിയാൽ വിനീതിന് നിലനിൽപ്പുണ്ടാവില്ല. ആ സമയത്താണ് വിനീതിന് ഹാരിസ് ബഷീറിന്റെ കോൾ വരുന്നത്. വിനീതിന്റെ പടം താൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ താൻ കണ്ടിരുന്നു എന്നും ഹാരിസ് പറഞ്ഞു. അതേതോ വട്ടനാണെന്ന് പറഞ്ഞ് വിനീത് കോൾ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. വിനീതിനൊരു ആശയം തോന്നി. സംഘടനാ വിലക്ക് മറികടക്കണമെങ്കിൽ 3.5 കോടി വിനീത് ഫയാസിന് കൊടുക്കണം. വിനീത് അത് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനവനൊരു വഴി കണ്ടെത്തി. പണ്ടവൻ ഉപേക്ഷിച്ച മൃഗമെന്ന സ്ക്രിപ്റ്റ് എടുത്തു. സുനിലേട്ടന്റെ പക്കൽ അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുപോയ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അത് വാങ്ങിയവൻ നേരെ അർജുൻ ഹരിദാസിനെ വീട്ടിൽ ചെന്ന് കണ്ടു. ആഫ്റ്റർ പാർട്ടി 2 ഇറക്കാത്തതിൽ അർജുൻ വല്ലാതെ പ്രഷറൈസ്ഡ് ആയിരുന്നു. വിനീത് അവന് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. എന്റെ മുടങ്ങിപ്പോയ ചലച്ചിത്രമാണിത്. ഇതൊന്ന് റീവർക്ക് ചെയ്തെടുത്താൽ ആഫ്റ്റർ പാർട്ടി 2 ആയിട്ട് ഇറക്കാം. എന്റെ ശൈലി റീക്രിയേറ്റ് ചെയ്യാൻ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കോപ്പി അടിക്കുന്നതായിരിക്കും നിനക്കെളുപ്പം. ഇത് ഞാൻ തരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. ആഫ്റ്റർ പാർട്ടി 2-ന് 8 കോടിയുടെ പ്രീസെയിലുണ്ട്. അത് ഫയാസിന് കൈമാറണം. അതിന്റെ പേരിൽ തന്റെ സംഘടനാ വിലക്കും നീങ്ങണം. ഫയാസുമായി പ്രോഫിറ്റ് ഷെയറും പറഞ്ഞുറപ്പിച്ച് കാര്യങ്ങൾ അർജുൻ മുന്നോട്ടേക്ക് നീക്കി. അങ്ങനെ ഒരു കോംപ്രമൈസ് മീറ്റിംഗിൽ വെച്ച് വിനീതിന്റെ വിലക്ക് നീങ്ങി. പക്ഷെ അവിടെ വെച്ച് ഫയാസ് അവനോട് പറഞ്ഞു, ഔദ്യോഗികമായി നിനക്ക് സംഘടനാ വിലക്കില്ല, പക്ഷേ ഒരു അപ്രഖ്യാപിത വിലക്ക് നീ നേരിടും. നിന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസേഴ്സും തയ്യാറാവില്ല. അക്കാര്യം ഞാൻ ഉറപ്പുവരുത്തും. ഫയാസ് ദേഷ്യത്തോടെ വിനീതിനോട് പെരുമാറാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാരിസ് ബഷീർ കടന്നു വരുന്നത്. വിനീതിന്റെ അടുത്ത പടം താൻ പ്രൊഡ്യൂസ് ചെയ്യും, താൻ ഫിൽത്തി റിച്ചാണ് എന്ന് ഹാരിസ് ബഷീർ പറഞ്ഞു. ഹാരിസ് ബഷീറിൽ നിന്നുമാണ് ആഫ്റ്റർ പാർട്ടി 2 ഫയാസ് മേടിച്ചതും. ഹാരിസ് വലിയ പിടിപാടുള്ള വ്യക്തിയാണ്. പിന്നാലെ ഹാരിസ് ബഷീർ തനിക്ക് വന്നൊരു കോള് വിനീതിന് കൊടുത്തു. കോളിലുണ്ടായിരുന്നത് ഹന ഷാജഹാനായിരുന്നു, ഹാരിസ് ബഷീറിന്റെ സഹോദരി. ഹന വിനീതിനടുക്കൽ പറഞ്ഞു, എന്റെ കഴിഞ്ഞ 4 പടങ്ങൾ ഫ്ലോപ്പായിരുന്നു. ആഫ്റ്റർ പാർട്ടി 2 ആണ് എന്റെ കംബാക്കിനുള്ള ഒരേ ഒരു വഴി. പക്ഷേ അർജുനൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അവരെന്നെ ബ്രേക്കപ്പ് ചെയ്തു. അങ്ങോട്ടേക്ക് ഞാൻ വലിഞ്ഞു കയറി ചെല്ലില്ല. എനിക്കൊരു സ്ട്രോങ് കംബാക്ക് വേണം. വിനീത് അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം. നിന്റെ പടത്തിലൂടെ ഞാൻ തിരിച്ചു വരണം. അത് ബ്ലോക്ക് ബസ്റ്റർ ആകണം. വിനീതിന്റെ മുമ്പിൽ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് വിനീത് ആ ഓഫർ ഏറ്റെടുത്തു. അതിനുവേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പുറപ്പെട്ടു. ഇതിനിടയിൽ സച്ചിന്റെ കോളും വന്നു. ആഫ്റ്റർ പാർട്ടി 2 വിനീതിന്റെ സ്ക്രിപ്റ്റാണെന്ന് സച്ചിൻ അറിഞ്ഞിരുന്നു. താൻ സിനിമ ഉപേക്ഷിച്ച് ജോലിക്ക് പോവില്ലെന്നും സിനിമയിലൂടെ താൻ മഹത്വം നേടുമെന്നും സച്ചിൻ വിനീതിനോട് പറഞ്ഞു. സച്ചിൻ ഭ്രാന്തമായ ഒരു ആവേശത്തിലായിരുന്നു. വിനീതാകട്ടെ അതേ ആവേശത്തിൽ സ്ക്രിപ്റ്റ് എഴുതാനിരുന്നു. പക്ഷേ അവൻ റൈറ്റേഴ്സ് ബ്ലോക്ക് ഫീൽ ചെയ്തു. അവനൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ വന്ന ആശയങ്ങളാകട്ടെ മറ്റ് സിനിമകളായി പുറത്തിറങ്ങുകയും വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അങ്ങനെ അവൻ നിരാശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുജി അവനോടൊരു കാര്യം പറഞ്ഞത്. സുജി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. MBBS-ൽ മുഴുവൻ സപ്ലികളാണ്. അവൻ കഷ്ടപ്പെട്ട് എന്ത് നേടിയിട്ടും ആരും അവനൊരു വിലയും കൊടുക്കുന്നില്ല. എല്ലാം റിസർവേഷന്റെ പേരിൽ പോവുകയാണ്. തനിക്ക് സ്വന്തമായി അംഗീകാരം
അംഗീകാരം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യണം എന്നാണ് സുജി ആഗ്രഹിക്കുന്നത്. വിനീത് അവന്റെ സ്ക്രിപ്റ്റ് വായിച്ചു. പക്ഷെ അതൊരു മീഡിയോക്കർ സ്ക്രിപ്റ്റ് ആണെന്നും അതിൽ മഹത്വപൂർണമായി ഒന്നുമില്ലെന്നുമായിരുന്നു വിനീത് പറഞ്ഞത്. വിനീത് വീണ്ടും എഴുതാനിരുന്നു. അപ്പോഴാണ് മുത്തച്ഛന് വയ്യെന്നും പറഞ്ഞ് കോൾ വരുന്നത്. ഉടൻ തന്നെ സുജിയും വിനീതും തറവാട്ടിലെത്തി. മുത്തച്ഛൻ മരണത്തോട് മല്ലിടുകയായിരുന്നു. വിനീതും സുജിയും മുത്തച്ഛന്റെ മരണമുറപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ കണ്ണു തുറന്ന മുത്തച്ഛൻ താൻ അവന്റെ സിനിമ കണ്ടെന്നുമല്ല പേടിച്ചതെന്നും മരിച്ചാൽ തന്റെ കർമ്മങ്ങൾ ചെയ്യണമെന്നും ചിതാഭസ്മം രാമേശ്വരത്ത് ഒഴുക്കണമെന്നും പറഞ്ഞ ശേഷം മരണപ്പെട്ടു. അത് കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മരിക്കുന്നതിനു മുമ്പ് സത്യത്തേക്കാൾ നുണ വിശ്വസിച്ച് മരിക്കുന്നതാണ് നല്ലത് എന്നും മുത്തച്ഛൻ പറഞ്ഞിരുന്നു. ഒരു നിരീശ്വരവാദിയായിരുന്ന സയൻസ് വിശ്വസിച്ച മനുഷ്യൻ മരണസമയത്ത് ഇങ്ങനെ പറഞ്ഞതിൽ വിനീതിനും സുജിക്കും വല്ലാത്ത ഞെട്ടൽ തോന്നി. തന്റെ സിനിമ കണ്ടല്ല അപ്പൂപ്പൻ പേടിച്ച് കോമയിലായതെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പൂപ്പൻ കോമയിലായിരിക്കുക എന്ന കാര്യം വിനീത് ചിന്തിച്ചു. അന്ന് ഫാമിലി അവന്റെ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എടുത്ത റിയാക്ഷൻ വീഡിയോ അവൻ വെച്ചു നോക്കി. ഷോർട്ട് ഫിലിം പ്ലേ ചെയ്യുന്ന സമയത്ത് മുത്തച്ഛൻ ഒരു നോവൽ വായിക്കുകയായിരുന്നു. നോവൽ വായിച്ചു തീർന്നതുമാണ് മുത്തച്ഛൻ കോമയിലായത്. അങ്ങനാണെങ്കിൽ അത്രനാളും മുത്തച്ഛൻ അന്വേഷിച്ചൊരു സത്യം ആ നോവലിൽ ഉണ്ടാകും എന്ന് വിനീത് വിലയിരുത്തി. ഒരു യുക്തിവാദി പോലും ഭയപ്പെടുന്ന പ്രേതവും സൂപ്പർ നാച്ചുറൽ പവറും ഒന്നുമല്ലാത്ത മനുഷ്യന്റെ യഥാർത്ഥ ഭയം അതെന്തായിരിക്കും, എന്താണ് ആ നോവലെന്ന് വിനീത് തിരയാൻ തുടങ്ങി. ഒടുവിലത് വിനീത് കണ്ടെത്തി. ഡെവിൾ സൈലന്റ്. കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുന്നു. വിനീത് ആ നോവൽ ഒറ്റയിരിപ്പിന് വായിച്ചു. വില്ലൻ ജയിക്കുന്ന ക്ലൈമാക്സ്. പണ്ട് ഇഷ്ടപ്പെടാതിരുന്ന ആ ക്ലൈമാക്സ് വിനീതിനപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സത്യത്തെക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നും ഈ ലോകത്തില്ല. തിരുത്തിക്കുറിക്കാൻ പോയി പരാജയപ്പെട്ട മനുഷ്യന്റെ സത്യം. വല്ലാതെ എക്സൈറ്റഡായ അവൻ അക്കാര്യമുടൻ സുജിയോട് പറഞ്ഞു. പിന്നാലെ അത് സിനിമയാക്കാനുള്ള റൈറ്റ്സ് അന്വേഷിച്ച് അവർ മഞ്ചാടി പബ്ലിക്കേഷനിലെത്തി. പക്ഷേ പണ്ട് 10 കോപ്പികൾ പുറത്തു പോയിട്ട് കിട്ടാതിരുന്ന അവസാന കോപ്പിയാണല്ലോ അത്. അത് മേടിച്ച മഞ്ചാടി പബ്ലിഷർ 50,000 കോപ്പിയുടെ ചെക്ക് സുജിക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അന്നാ നോവലിന്റെ ഏറ്റവും ഒടുവിലത്തെ പേജിൽ KT പീറ്റർ ഒരു കാര്യം എഴുതിയിരുന്നു. താൻ എഴുതിയ നോവലുകൾ അത്രയും ഡേവിഡ് മോഷ്ടിച്ചതാണെന്ന സത്യം. അതുകൊണ്ടായിരുന്നു ആ നോവൽ പിൻവലിക്കപ്പെട്ടത്. 10ാമത്തെ കോപ്പിയും കിട്ടിയ പബ്ലിഷർ ഉടൻ തന്നെ കാറെടുത്ത് വൈക്കം ഡേവിഡിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടുണ്ടായിരുന്നത് സച്ചിനായിരുന്നു. 10 കോപ്പികളിലെ അവസാനത്തെ ആ കോപ്പി സച്ചിൻ അയാൾ കൈമാറി. സച്ചിനാകട്ടെ ആ വീടടക്കം ഹാരിസ് ബഷീറിന് വിറ്റ് പണം വാങ്ങി നിൽക്കുകയായിരുന്നു. അച്ഛനേക്കാൾ മഹാനാകണമെന്ന ചിന്ത അവനൊരു ഭ്രാന്തനെ പോലാക്കിയിരുന്നു. സിനിമ പിടിച്ചു മഹത്വം നേടണം എന്നു മാത്രമാണ് അയാൾ ചിന്തിക്കുന്നത്. ഭാര്യയും കുട്ടിയുമടക്കം അവനുപേക്ഷിച്ചു പോയി. പിന്നാലെ ഈ ലോകത്ത് അവശേഷിച്ച ഡെവിൾ സൈലന്റിന്റെ ആ അവസാന കോപ്പി സച്ചിൻ അവിടുത്തെ നെരിപ്പോടിലിട്ടെരിച്ചു. പബ്ലിഷറെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് വന്നിരുന്ന വിനീത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഡെവിൾ സൈലന്റിന്റെ ഒറിജിനൽ ആശയമടങ്ങിയ ആ അവസാന കോപ്പിയും അവിടെ കത്തിയെരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ആശയമുള്ളത് വിനീതിന്റെ തലയിൽ മാത്രമാണ്. അതങ്ങനെ തന്നെ എടുക്കാൻ അവനിപ്പോൾ ആരോടും അനുവാദം പോലും ചോദിക്കേണ്ടതില്ല. വിനീത് അത് തന്റെ സ്ക്രിപ്റ്റായിട്ട് എഴുതാൻ തുടങ്ങി. സ്റ്റോറി KT പീറ്റർ എന്ന പേരിൽ വെച്ചു. നിധി എന്ന പേരിൽ അവന്റെ തിരക്കഥ പൂർത്തിയാക്കി. 6 മാസങ്ങൾ കടന്നുപോയിരുന്നു. സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. സുജിയാകട്ടെ വിനീതിന്റെ അസിസ്റ്റന്റായി ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഫയാസിന്റെ കോൾ എത്തുന്നത്. അവനെ സിനിമാ ഫീൽഡിൽ വളരാൻ വിടില്ലെന്നും അവന്റെ സിനിമയിലെ അതേ ആശയം അവൻ സിനിമ ഇറക്കുന്നതിനു മുമ്പേ മറ്റൊരു സിനിമയിലൂടെ താൻ പുറത്തിറക്കുമെന്നും ഫയാസ് ഭീഷണിപ്പെടുത്തി. വിനീത് അതോടെ തന്റെ സ്ക്രിപ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റാർക്കും അത് വായിക്കാൻ കൊടുക്കില്ലെന്നും എല്ലാവർക്കും ക്യാരക്ടർ നോട്ടും മറ്റുമേ കൊടുക്കുള്ളൂ എന്നും വിനീത് ഉറപ്പിച്ചു. അതിനെപ്പറ്റി പ്രൊഡ്യൂസറോടും ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് വിനീത് പറഞ്ഞു, ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൃത്യം മാർക്കറ്റിംഗിൽ കൃത്യമായ ഓഡിയൻസിലെത്തിയാൽ ബ്ലോക്ക് ബസ്റ്റർ ആകും. പക്ഷേ തെറ്റായ മാർക്കറ്റിംഗ് ഈ ഫിലിമിനെ വല്ലാത്ത പരാജയത്തിലേക്ക് എത്തിക്കും. പിന്നാലെ പടത്തിനു വേണ്ടി ഹനയോട് വെയിറ്റ് കുറയ്ക്കാനും മറ്റു ചില നിർദ്ദേശങ്ങളും വിനീത് നൽകി. ഹാരിസും അതിനെല്ലാം ഓക്കെ പറഞ്ഞു. ഇതിനിടയിൽ ആഫ്റ്റർ പാർട്ടി 2 റിലീസായി. അത് വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. അപ്പോഴാണ് ആനന്ദ് സുധാകരൻ റിവ്യൂ ചെയ്തത്. വിനീത് മാധവന്റെ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഇൻസ്പയർഡായാണ് ആ ചലച്ചിത്രം ഉള്ളതെന്ന കാര്യം അയാൾ പറഞ്ഞു. അതോടെ വിനീതിന് ഭയമായി. ഈ സത്യം പുറത്തു വന്നതോടെ അർജുൻ തന്റെ പുറകെ വരുമോ, തന്റെ സിനിമ നശിപ്പിക്കുമോ എന്നവൻ ചിന്തിച്ചു. എന്തായാലും വിനീത് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ വിനീത് പ്രതീക്ഷിക്കുന്ന പോലെ ഹന അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അർജുൻ അതിനകം വേറൊരാളുമായി റിലേഷനിലായെന്നറിഞ്ഞതും ഹന 10 ദിവസത്തെ ബ്രേക്കും വിളിച്ചു. 10 ദിവസത്തിനു ശേഷമാകട്ടെ അപ്പോഴും ഒന്നും ശരിയാകുന്നില്ല. ഹന സിനിമയുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല. അത് ചോദ്യം ചെയ്ത വിനീതിനോട് എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് അഭിനയിക്കാൻ പറ്റില്ല, അങ്ങനാണെങ്കിൽ താൻ തന്റെ ഡേറ്റ് സച്ചിന് കൊടുക്കും എന്ന് പറയുകയായിരുന്നു ഹന ചെയ്തത്. സച്ചിൻ പുതുതായി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ബ്രില്യന്റ് ആണെന്നും അതെഴുതിയത് ദൈവത്തിന്റെ തിരക്കഥാകൃത്താണ് എന്നും ആ നിമിഷം വിനീത് മനസ്സിലാക്കി. ദൈവത്തിന്റെ തിരക്കഥാകൃത്ത് സച്ചിന്റെ ആദ്യ പടമായ മനുഷ്യന്റെ ക്ലൈമാക്സ് അതേപോലെ തന്നെ ചിന്തിച്ച മറ്റൊരു എഴുത്തുകാരൻ മെൽജോയും തന്നെ പോലുള്ളവനാണെന്ന് വിനീത് തിരിച്ചറിഞ്ഞു. മുമ്പോട്ടു പോയാൽ തന്റെ പടം ഒരിക്കലും നടക്കാതെ പോകും എന്ന ഭയം വിനീതിൽ വരാൻ തുടങ്ങി. അതിനിടയിൽ ലൊക്കേഷനിൽ ഫയാസും എത്തിയിരുന്നു. ഫയാസ് സുജിയോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് മെൽജോ ഓടിവന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുന്നത്.
വിളിച്ചത്. ഹനയ്ക്ക് കൊണ്ടുപോയ ക്യാരക്ടർ നോട്ട് മെൽജോ വായിച്ചിരുന്നു. അതിലവൻ വല്ലാതെ ഇംപ്രസ്ഡ് ആയി. ഈ ക്യാരക്ടർ നോട്ടടക്കം ഒന്നും പുറത്ത് ലീക്കാവരുതെന്നും അർജുൻ സച്ചിന്റെ പടത്തിന്റെ കഥയറിയാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നും മെൽജോ വിനീതിനോട് പറഞ്ഞു. കൂട്ടത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളും വെളിപ്പെടുത്തി. സച്ചിന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അർജുനാണ്. അതിന് ഒരു കണ്ടീഷനെ അർജുൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ഹനയുടെ ഡേറ്റ് കിട്ടിയാൽ, അതും വിനീതിന്റെ പടം നടക്കാതെ കിട്ടിയാൽ അർജുൻ അത് ഫണ്ട് ചെയ്യും. അർജുനാണ് പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന് വിനീത് തിരിച്ചറിഞ്ഞു. വിനീത് ആലോചിച്ചു, ഹന തടി കുറച്ചില്ലെങ്കിൽ തനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ സച്ചിൻ ഡേറ്റ് കൊണ്ടുപോകും. മെൽജോയുടെ കഥയായതുകൊണ്ട് അത് ബ്ലോക്ക് ബസ്റ്റർ ആകും. അങ്ങനെ വന്നാൽ തന്റെ കാര്യം തീരുമാനമാകും. വിനീത് അത് ചിന്തിച്ചു നിൽക്കിയാണ് അങ്ങോട്ടേക്ക് സുജി കടന്നു വന്നത്. ഫയാസ് സുജിയുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞെന്നും നമ്മുടെ പടത്തിന്റെ കഥയെപ്പറ്റി ചോദിച്ചെന്നും സുജി പറഞ്ഞു. താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സുജി പറഞ്ഞ് സ്ക്രിപ്റ്റ് എന്റെ സേഫ് ആണെന്ന് പറഞ്ഞ് ബാഗിൽ തപ്പിയതും സ്ക്രിപ്റ്റ് അതിൽ ഉണ്ടായിരുന്നില്ല. വിനീത് അതോടെ പാനിക്കായി. അർജുനെ നേരിട്ട് കണ്ട് അവനുമായി പ്രശ്നമുണ്ടാക്കാൻ പോയി. അവനുമായി സംസാരിക്കുമ്പോ വിനീതിന് കാര്യം മനസ്സിലായി. അർജുന് അവനോട് ദേഷ്യമുണ്ട്. വിനീതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അർജുൻ പാനിക്കാകുന്നത്. വിനീത് ഇൻഡസ്ട്രിയിൽ വന്ന് സക്സസ് ആയാൽ തന്റെ നിലനിൽപ്പ് പ്രശ്നത്തിലാകുമോ എന്ന് അർജുൻ ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് വിനീതിനെ വളരാൻ വിടാതെ തടയുവാനും അർജുന്റെ ശ്രമങ്ങളുമുണ്ട്. പക്ഷെ അർജുൻ ഒരു കാര്യം പറഞ്ഞു, വിനീതിന്റെ സ്ക്രിപ്റ്റ് തന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ താനത് പണ്ടേ ലീക്കാക്കിയേനെ എന്ന്. സ്ക്രിപ്റ്റ് എവിടെ പോയെന്ന് വിനീതിനൊരു പിടുത്തവുമില്ല. പ്രശ്നമാവുന്നതിനു മുമ്പ് തന്റെ പടം പൂർത്തിയാക്കാൻ വിനീത് തീരുമാനിച്ചു. പക്ഷേ അതിന് ആദ്യം ഹന തന്റെ പടത്തിൽ അഭിനയിക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. സച്ചിന്റെ പടത്തിന് പിന്നിൽ അർജുനാണെന്ന കാര്യം ഹനയെ അറിയിക്കുക. സച്ചിൻ അത് ചെയ്തു. പക്ഷേ അപ്പോഴും തന്റെ കണ്ടീഷൻസിലും തന്റെ ടൈംസിലും മാത്രമേ വിനീതിന്റെ പടത്തിൽ അഭിനയിക്കൂ എന്നായിരുന്നു ഹന പറഞ്ഞത്. ഷൂട്ട് തുടർന്നപ്പോഴും ഹനയുടെ അഭിനയത്തിലും മറ്റും വിനീതിന് തൃപ്തി തോന്നുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഒരു ദിവസം ഷൂട്ടിനിടയിൽ ഹനയെ സെറ്റിൽ നിന്ന് കാണാതായി. പിന്നീട് പുറത്തുവന്ന വാർത്തയാകട്ടെ അർജുൻ ഹനയെ വിവാഹം കഴിച്ചു എന്നതായിരുന്നു. വിവരം ഹാരിസ് ബഷീറിന്റെ അടുത്തുമെത്തി. ഹാരിസ് ബഷീർ എല്ലാം കൊണ്ടും ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. വിനീതിന്റെ പടത്തിൽ ഹന ഇനി അഭിനയിക്കുന്നില്ല എന്ന തരത്തിൽ ഇന്റർവ്യൂവും വന്നു. വിനീതിന്റെ പടം മുടക്കാൻ അർജുൻ മനഃപൂർവ്വം ചെയ്തതായിരുന്നു അത്. തന്റെ മുൻഗാമികയായ ഹനയുമായുള്ള പ്രശ്നങ്ങൾ അവൻ തീർത്ത് അവളെ വിവാഹം കഴിച്ചു. ഹാരിസ് ബഷീർ വിനീതിനോട് സംസാരിച്ചു. നിന്റെ പടം നിർത്താനാണ് അവനിത് ചെയ്തതെങ്കിൽ താനീ പടം മറ്റൊരു നായികയെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഹാരിസ് ബഷീർ വിനീതിനെ അറിയിച്ചു. അങ്ങനെ വിനീത് മറ്റൊരു നായികയെ വെച്ച് ഷൂട്ട് ആരംഭിച്ചു. വിനീതിന് ഇഷ്ടമുള്ള പോലെ തന്നെ. ആ സമയമാണ് വിനീതിനൊരു മെസ്സേജ് വന്നത്. മെസ്സേജ് ഫയാസിൽ നിന്നുമായിരുന്നു. വിനീതിന്റെ കൂട്ടുകാരൻ സുജിയുടെ പടം ഫയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സുജിക്ക് പണി അറിയില്ലെങ്കിലും നല്ല അസോസിയേറ്റുകൾ വെച്ച് താനത് തീർക്കുമെന്നും വിനീതിന്റെ പടത്തിന്റെ അന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നും ഫയാസ് വെല്ലുവിളിച്ചു. സുജിയും അങ്ങോട്ടേക്കെത്തി. അവൻ തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. കോളേജിൽ അവന്റെ അമ്മയും അച്ഛനും പോയിരുന്നു. MBBSൽ സപ്ലിയുള്ള അവൻ നിർത്തിയ കാര്യമൊക്കെ അവരറിഞ്ഞു. അവന്റെ മുമ്പിൽ മറ്റു വഴികളില്ലാതെയാണ് അവൻ ഫയാസിന്റെ ഓഫർ സ്വീകരിച്ചത്. അവനിൽ നിന്ന് ചില കാര്യങ്ങളും കൂടി വിനീത് അറിഞ്ഞു. മെൽജോയുടെ സ്ക്രിപ്റ്റ് അർജുൻ ഡയറക്റ്റ് ചെയ്യാൻ വാങ്ങി. ഹനയുടെ ഡേറ്റ് അർജുനന്റെ പുതിയ പടത്തിന് തന്നു. സച്ചിനെ അവർ പുറത്താക്കി. പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ വിനീത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ബൈ പറഞ്ഞ് സുജി അവിടുന്ന് പോയി. 6 മാസങ്ങൾക്ക് ശേഷം വിനീതിന്റെ പടം റിലീസിന് ഒരുങ്ങുകയാണ്. പക്ഷെ അതിലും കൂടുതൽ പോസ്റ്റേഴ്സും എല്ലാ തരത്തിലുള്ള പബ്ലിസിറ്റിയും യുദ്ധമെന്ന പടത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. സുജിയുടെ പടത്തിന് വിനീതിന്റെ പടം മൊത്തത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. വിനീതാകെ നിരാശനായി. ശരിയല്ലാത്ത പോസ്റ്റേഴ്സ് പോലും കണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറുടെ അടുത്തെത്തി ചോദിച്ചു. അപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഹാരിസ് ബഷീർ ഗ്രൂപ്പ് ടാക്സ് വെട്ടിക്കാനാണ് നിധി എന്ന പടം ചെയ്തത് എന്ന സത്യം വെളിപ്പെടുത്തുന്നത്. വിനീതിന്റെ ആ പടം പുറം ലോകം കാണില്ലെന്നും ജനിക്കുന്നതിനു മുമ്പേ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു പടമാണതെന്നും പ്രൊഡക്ഷൻ കൺട്രോളർ വ്യക്തമാക്കി. വിനീത് അത് കേട്ട് ഞെട്ടി. ഹാരിസ് ബഷീറിനെ കാണാൻ വിനീത് പോയി. ഹാരിസ് ബഷീറും അത് ശരിവെച്ചു. എല്ലാം കഴിയുമ്പോ നിനക്ക് നല്ലൊരു ശമ്പളം ഞാൻ തരും എന്ന് ഹാരിസ് ബഷീർ ഓഫറും കൊടുത്തു. വിനീതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാകെ തകർന്നു നിന്നു. അടുത്ത ദിവസം വിനീതിന്റെ സിനിമ കാണാൻ ഫാമിലിയുമായി വിനീത് തിയേറ്ററിലെത്തി. പ്രൊഡ്യൂസർ ഹാരിസും വന്നിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടു. മറ്റാരും തന്നെ സിനിമ കാണാനുണ്ടായിരുന്നില്ല. സിനിമ കണ്ട് വിനീതിന്റെ കുടുംബം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു. അവർക്ക് ആ സിനിമ വല്ലാതെ ഇഷ്ടമായി. ഹാരിസിനെ നോക്കിയപ്പോ ഹാരിസ് അനക്കമില്ലാതിരിക്കുകയായിരുന്നു. വിനീതിന്റെ സിനിമ കണ്ട് അതിന്റെ ഭയത്തിൽപ്പെട്ട് ഹാരിസ് മരണപ്പെട്ടു. സംഗതി അതോടെ വൈറലായി മാറി. തന്റെ സ്വന്തം പടം കണ്ടു ഭയന്ന പ്രൊഡ്യൂസർ തിയേറ്ററിൽ മരണപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പേടിപ്പെടുത്തുന്ന പടമെന്ന രീതിയിൽ നിധി അതോടെ വാർത്തകളിൽ നിറഞ്ഞു. അതോടെ പടം കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി. പലർക്കും ദേഹാസ്വാസ്ഥം വരെയുണ്ടായി. അത്രമേൽ ജനങ്ങളെ വിനീതിന്റെ പടം ഭയപ്പെടുത്തിയിരുന്നു. വിനീത് ആഗ്രഹിച്ച പോലെ ഏറ്റവും വലിയ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഡയറക്ടറായി മാറാൻ വിനീതിന് കഴിഞ്ഞു. പടം കാണാൻ സച്ചിൻ
സച്ചിനും ഭാര്യയും പോയിരുന്നു. സച്ചിൻ അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അത് ഡബിൾ സൈലന്റ് ആണെന്ന് മനസ്സിലാക്കി. നിരാശ താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യാൻ പോലും സച്ചിൻ ഒരുങ്ങി. കാരണം അത് ഡബിൾ സൈലന്റ് ആണെന്ന് തെളിയിക്കാൻ സച്ചിന്റെ പക്കൽ തെളിവില്ലല്ലോ. അപ്പോഴാണ് ഭാര്യയായ നീതു വിളിച്ചത്. പണ്ട് സ്കൂൾ മാഗസിനിൽ ഡബിൾ സൈലന്റ് വായിച്ച് നീതു ഒരു റിവ്യൂ എഴുതിയിരുന്നു. അതിന്റെ കാര്യം അവൾ സച്ചിനെ ഓർമ്മിപ്പിച്ചു. സച്ചിൻ അതോടെ അത് കണ്ടെത്തി. ഡബിൾ സൈലന്റിന്റെ പത്രത്തിലെ പരസ്യവും കണ്ടെത്തി. അതുകൊണ്ട് അവൻ പോയി അർജുനെ സമീപിച്ചു. കാര്യങ്ങൾ പറഞ്ഞു. ഇതുവെച്ച് വിനീതിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാൻ പറ്റുമെന്നും അത് കഴിഞ്ഞ് അവൻ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നും അർജുനോട് സച്ചിൻ പറഞ്ഞു. കൂട്ടത്തിൽ കണ്ടീഷനും വെച്ചു. ഇത് താൻ അവന് വേണ്ടി ചെയ്യണമെങ്കിൽ മെൽജോയുടെ സ്ക്രിപ്റ്റ് തനിക്ക് തിരികെ തരണം. അത് അർജുൻ പ്രൊഡ്യൂസ് ചെയ്യണം. അർജുൻ അത് ആവശ്യമായിരുന്നതുകൊണ്ട് അർജുൻ അത് ചെയ്തു. അതോടെ കോപ്പിയടി വിവാദമുണ്ടായി. വിനീത് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും തടയപ്പെട്ടു. കോപ്പി ക്ലെയിംസിന്റെ പേരിൽ അവാർഡുകളിൽ നിന്നുപോലും വിനീതിന്റെ പടം തടഞ്ഞു. അവാർഡ് നേടിയതാകട്ടെ സുജിയുടെ പടമായിരുന്നു. വിനീതെല്ലാം കൊണ്ടും നിരാശനായി. അങ്ങനെയിരിക്കെ ഫിലിം ക്രിട്ടിക്കായ ആനന്ദിന്റെ ഫോൺ കോൾ വിനീതിനെ തേടിയെത്തി. പിന്നോക്ക നിലയിൽ നിന്ന് വരുന്ന സുജിക്ക് തന്റെ സപ്പോർട്ട് ആവശ്യമായതുകൊണ്ട് പ്രധാന അവാർഡുകൾ അവനായിരിക്കും കൊടുക്കുകയെന്നും പക്ഷേ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചലച്ചിത്രം വിനീതിന്റേതാണെന്നും വിനീതിന് മികച്ച ഡെപ്യൂട്ടന്റ് ഡയറക്ടർ എന്ന അവാർഡ് താൻ തരുമെന്നും ആനന്ദ് വിനീതിനോട് പറഞ്ഞു. വരണമെന്നും വാങ്ങണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പരിപാടിയുടെ ദിവസം എത്തി. മികച്ച സംവിധായകനുള്ള അവാർഡ് സുജി ഏറ്റുവാങ്ങി. വിനീതിനടുത്തെത്തിയിരുന്ന് സുജി പറഞ്ഞു, നോക്കടാ, മീഡിയോക്കാറാണ് ഇപ്പോഴത്തെ ഗ്രേറ്റ്നസ്. ഈ അവാർഡ് കിട്ടിയത് എന്റെ ചലച്ചിത്രത്തിനോ കഴിവിനോ ഒന്നുമല്ല, എന്റെ ഐഡന്റിറ്റിക്കാണ്, എന്റെ പശ്ചാത്തലത്തിന്. ഇതിലും ഭേദം ഞാൻ മെഡിസിൻ പഠിക്കുന്നത് തന്നെയായിരുന്നു. സിനിമ ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല. അടുത്തതായി ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർക്കുള്ള അവാർഡ് വാങ്ങാൻ വിനീത് വേദിയിലെത്തി. ഫയാസ് ആയിരുന്നു അവാർഡ് കൊടുത്തത്. ഫയാസ് വിനീതിന്റെ ചെവിയിൽ പറഞ്ഞു, മലയാള സിനിമയിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി നീ മാറുമ്പോ നിന്റെ പകുതി കഴിവില്ലാത്തവർ ഇവിടെ ആരാധിക്കപ്പെടും. ആ വാക്കുകൾ വിനീതിനെ ചൊടിപ്പിച്ചു. വിനീത് പ്രേക്ഷകരോടായി സംസാരിച്ചു. തന്റെ ഷോർട്ട് ഫിലിം അടിച്ചുമാറ്റി സിനിമയാക്കിയ അർജുനും സ്വരൂപ് ഫാൻസിനെ ചതിച്ച് പണമുണ്ടാക്കാൻ നോക്കിയ ഫയാസിനും മറ്റുള്ളവരുടെ കൃതികൾ മോഷ്ടിച്ച് നോവലാക്കിയ വൈക്കം ഡേവിഡിനും സിനിമയിലേക്ക് തന്നെ കൊണ്ടുവന്ന വൈക്കം ഡേവിഡിന്റെ മകൻ സച്ചിനും നന്ദി പറയുന്നു എന്നവൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ആ സത്യങ്ങൾ ഏവരെയും ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ വിനീത് തുടർന്നു, ഞാൻ ഈ ആരോപണങ്ങൾ പറഞ്ഞ വ്യക്തികളെക്കാൾ ലൈക്കബിലിറ്റി തനിക്ക് കുറവായതുകൊണ്ട് തന്റെ വാക്കുകൾ ആരും തന്നെ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം പ്രേക്ഷകർ നിങ്ങൾക്കിഷ്ടപ്പെട്ടതേ കേൾക്കാൻ ആഗ്രഹിക്കൂ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞാൽ പോലും അത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടാവില്ല. കാരണം നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല. ഫൈനലി കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുത്ത കഥ. പക്ഷേ ആ നിധി അവൻ അർഹിക്കുന്നില്ലെന്ന് ഈ ലോകത്ത് കൊണ്ടവർ പറയിപ്പിച്ചു. ഇതെന്റെ തലയിലെഴുത്താണെന്ന് കരുതി പിന്മാറാൻ ഞാൻ തയ്യാറല്ല. തലയിലെഴുത്ത് തിരുത്തി കുറയ്ക്കാൻ ഉറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വിനീത് അത് പറഞ്ഞു നിർത്തിയതും കരഘോഷം മുഴങ്ങി. അതുകണ്ട് അവിടുണ്ടായിരുന്ന ഫയാസും അർജുനും സച്ചിനുമടക്കം ഞെട്ടുന്നുണ്ടായിരുന്നു. വിനീത് ആരെയും കൂസാത്ത തന്റെ യാത്ര മുന്നിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡാർക്ക് കോമഡി ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.